കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭകളിൽ ഒന്നാണ് സീറോ മലബാർ സഭ. സീറോ മലബാർ സഭയുടെ കീഴിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം എന്ന ഒരു സംഘടനയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരാണ് സഭയുടെ രാഷ്ട്രീയം പറയാറുള്ളത്. സഭയുടെ ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും ഒന്നും പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രത്യക്ഷ രാഷ്ട്രീയം പറയുന്നത് പലപ്പോഴും അൽമായ സംഘടനകളാണ്, അൽമായ ഫോറങ്ങളാണ്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭ അൽമായ ഫോറത്തിന്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. സഭയുടെ രാഷ്ട്രീയമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെക്കുറിച്ച്, തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെക്കുറിച്ച് സീറോ മലബാർ സഭ അൽമായ ഫോറം ഒരു പ്രസ്താവന ഇറക്കി. അവർ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു സുരേഷ് ഗോപിയെ, ചില ഉപദേശങ്ങൾ നൽകുന്നു സുരേഷ് ഗോപിക്ക്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവ വോട്ട് കൂടി നേടിയിട്ടാണ്. ക്രൈസ്തവരായ നിഷ്പക്ഷരായ സ്ത്രീകളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. അതും കൂടി നേടിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്, കേന്ദ്രമന്ത്രിയായത്. അതുകൊണ്ട് തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിക്കണം, നാടിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അൽമായ ഫോറം ഉപദേശ രൂപേണയാണ് പറയുന്നത്. ചെറിയ വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അൽമായ ഫോറം പറഞ്ഞത് എന്ന് നോക്കാം. സാധാരണക്കാരൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അതാണ് ആദ്യത്തെ ഉപദേശം. കേരളത്തിലെ സാധാരണക്കാരൻ്റെ, തൃശ്ശൂർ മണ്ഡലത്തിലെ സാധാരണക്കാരൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകണം, അതാണ് ആദ്യത്തെ ഉപദേശം. സാധാരണക്കാരൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. വളരെ പ്രതീക്ഷകളോടെയാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂറുകാർ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ച് വിട്ടത്. സംസ്ഥാനത്തിന് സുരേഷ് ഗോപി അടക്കം 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേന്ദ്ര ബജറ്റിൽ ആവശ്യമായ പരിഗണന ലഭിച്ചില്ലെന്നത് കേരള ജനതയെ വൻ നിരാശയിലാഴ്ത്തിയിരിക്കുന്നു. സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിലെ വാക്കുകൾ പാഴ്വാക്കുകളായി. നിഷ്പക്ഷ രാഷ്ട്രീയമുള്ള തൃശ്ശൂർ ജില്ലയിലെ സ്ത്രീജനങ്ങളുടെ വോട്ടുകളാണ് കൂടുതൽ കിട്ടിയതെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കണമെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയത്തിന് പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാചകം. ഈ സ്റ്റേറ്റ്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയത്തിന് പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം എന്ന് സുരേഷ് ഗോപിയോട് പറയുകയാണ്. തൃശ്ശൂർ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിഭാഗം ഉറപ്പായും സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ആ വോട്ടുകൾ അത് ആരുടെ വോട്ടുകളാണ്? തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടുകളാണ് എന്നാണ്. സാധാരണ കോൺഗ്രസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടുകൾ ഇത്തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്, BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയാണ് സീറോ മലബാർ സഭയുടെ അൽമായ ഫോറം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെയും ഇങ്ങനെ പ്രത്യക്ഷമായി സുരേഷ് ഗോപിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ക്രൈസ്തവ സംഘടനയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്താവന ഏറെ പ്രസക്തമാകുന്നത്. തൃശ്ശൂർ MP ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ചില നടന്മാർക്ക് നിരവധി ആരാധകരുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഹീറോ പരിവേഷമാണ് ആരാധകർ ഇവർക്ക് നൽകുന്നത്. ഇക്കാരണത്താൽ തന്നെയാണ് പലപ്പോഴും ഇത്തരം നടന്മാർ ഭരണാധികാരികളായതും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തോട് പോലും നീതി കാണിക്കാൻ കേന്ദ്ര ബജറ്റിനായില്ല. തൃശ്ശൂരിലേക്ക് പുതിയ ടൂറിസം പദ്ധതികൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ജനങ്ങൾ നോക്കിയിരുന്നത്. അതിലൊന്നാണ് ടൂറിസം സ്പിരിച്വൽ സർക്യൂട്ട്. എയിംസിന്റെ പ്രഖ്യാപനം തൃശ്ശൂരിലേക്കാകുമോ എന്ന പ്രതീക്ഷയും തീർന്നു. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതി കേരളത്തിനായി കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും വെള്ളത്തിലായി. കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടുന്നതടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ടോണി ചിറ്റിലപ്പള്ളി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് അൽമായ ഫോറം, സീറോ മലബാർ സഭയുടെ അൽമായ ഫോറത്തിന്റെ സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ജയിച്ചു വന്നതിന് ശേഷം അദ്ദേഹം തൃശ്ശൂർ നടത്തിയ പ്രസംഗമുണ്ട്. തൃശ്ശൂർ ജനത സ്വീകരണം നൽകിയപ്പോൾ നൽകിയ വാഗ്ദാനമുണ്ട്. അതിൽ പറഞ്ഞതാണ് കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടും, ടൂറിസം സർക്യൂട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. ടൂറിസം സർക്യൂട്ട് അദ്ദേഹം എവിടെ, ഏത് വഴി, എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ലൂർദ് മാതാ പള്ളിയിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ടൂറിസം സർക്യൂട്ട് എന്നൊക്കെ അദ്ദേഹം തള്ളിയിരുന്നു ഈ സ്വീകരണ യോഗത്തിൽ. പക്ഷേ എല്ലാം ജലരേഖകളായി മാറി എന്നാണ് അർത്ഥം. അവിടെയും അവസാനിപ്പിക്കുന്നില്ല അൽമായ ഫോറം. അതിനുശേഷം പറയുന്നു, കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിച്ചാൽ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുമെന്നും സമാനതകളില്ലാത്ത വികസനത്തിന് കേരളം സാക്ഷിയാകുമെന്നുമായിരുന്നു BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിച്ച് വാദിച്ചത്. അതെല്ലാം ജലരേഖയായി മാറി. തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയത്തിന് പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു.
തൃശ്ശൂരിന്റെ വികസനത്തിനായി പദ്ധതികളും വ്യക്തമായ കാഴ്ചപ്പാടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടും അത് ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തത് എന്തെന്ന് സുരേഷ് ഗോപി പഠിക്കണം. ബജറ്റ് തീർത്തും വിവേചനപരമാണെന്ന ആരോപണം ശരിയാണെന്ന് തെളിയുന്നു. തൃശ്ശൂർ ജില്ലയുടെ സമഗ്ര വികസനം എന്ന ചിന്തയ്ക്ക് അപ്പുറമായി ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്ന എംപിയുടെ ചുമതല നിർവഹിച്ചാൽ തന്നെ ഏറെ പ്രയോജനകരമായിരിക്കും. കേവലം ഡയലോഗിനപ്പുറം വികസന പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് പ്രായോഗികമാകുമോ എന്നുകൂടി തൃശ്ശൂർ എംപി ചിന്തിക്കണം. അദ്ദേഹം റിയൽ ഹീറോ മാത്രമാകരുത്, സാധാരണക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്ന് വെച്ചാൽ അൽമായ ഫോറം ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ. തികഞ്ഞ മതേതരത്വം കാത്തു സൂക്ഷിച്ച് മുന്നേറുന്നവരുടെ നാട്. സുരേഷ് ഗോപിയിൽ നിന്ന് തൃശ്ശൂർകാർ വളരെയേറെ പ്രതീക്ഷിക്കുന്നുണ്ട്. വികസനം വാക്കുകൾക്കപ്പുറത്തേക്ക് ഈ മനുഷ്യനെ യാഥാർത്ഥ്യമാക്കുമെന്ന് ഓരോ തൃശ്ശൂരുകാരനും പ്രത്യാശ കൊള്ളുന്നുണ്ട്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിലെ വാക്കുകൾ പാഴ്വാക്കുകളായി മാറി. നിഷ്പക്ഷ രാഷ്ട്രീയമുള്ള തൃശ്ശൂർ ജില്ലയിലെ സ്ത്രീ ജനങ്ങളുടെ വോട്ടുകളാണ് കൂടുതൽ കിട്ടിയതെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. രാജ്യത്തെ സ്ത്രീകളുടെ വികസനത്തിന് നരേന്ദ്രമോദിയുടെ ഉറപ്പുണ്ടെന്ന് തൃശ്ശൂരിലെ തെക്കിൻകാട് മൈതാനിയിൽ നടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന വനിതാ സമ്മേളനത്തിലെ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി തൃശ്ശൂരിൽ ഇനിയും നടപ്പാകുമോ? സ്ത്രീ ശാക്തീകരണത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികളിൽ എന്തെങ്കിലും തൃശ്ശൂരിനും കേരളത്തിനും ലഭ്യമാക്കാൻ ഇനിയെങ്കിലും 2 കേന്ദ്ര സഹമന്ത്രിമാരും പരിശ്രമിക്കണമെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. ഇതിൽ പറയുന്നത് സുരേഷ് ഗോപി റിയൽ ഹീറോ മാത്രമാകരുത് എന്നാണ്. സുരേഷ് ഗോപി റിയൽ ഹീറോ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അൽമായ ഫോറത്തിനും അത് മനസ്സിലായി, ക്രൈസ്തവ സഭക്കും അത് മനസ്സിലായി. ക്രൈസ്തവ സഭക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ അൽമായ ഫോറം ഇത്തരമൊരു പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയത്. റിയൽ ഹീറോ മാത്രമായി ഒതുങ്ങുന്നു സുരേഷ് ഗോപി, റിയൽ ഹീറോ ആകുന്നില്ല എന്നർത്ഥം. റിയൽ ഹീറോ ആകാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോഴും ഭരത്ചന്ദ്രൻ ഇറങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹം തന്നെ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തിരുന്നു, ഭരത്ചന്ദ്രനെ പിന്തുടരുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പക്ഷേ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. 2 ചോദ്യത്തിന് തിരക്കിട്ട് മറുപടി പറഞ്ഞ് ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി മെല്ലെ മെല്ലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു എന്നർത്ഥം. കേരളത്തിൽ BJP ജയിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തോട് കേന്ദ്ര സർക്കാരിൻ്റെ BJP നേതൃത്വത്തിൻ്റെ നിലപാട് ഇത് തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ BJP നേതൃത്വം ചെയ്തിരിക്കുന്നത്. പക്ഷേ സുരേഷ് ഗോപിക്ക് ഇതിൽ യാതൊന്നും പറയാനില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന അവസ്ഥ വരുന്നു. കേരളത്തിലെ BJP നേതാക്കളും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നില്ല, അവരും ഒളിച്ചോടുകയാണ്. ഒരു കമന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്കും അറിയാം ഒന്നും ചെയ്തിട്ടില്ല കേരളത്തിന് വേണ്ടി എന്ന്. അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. ഏതായാലും സുരേഷ് ഗോപിയെ ഉപദേശിക്കാനും സുരേഷ് ഗോപിയെ ഒന്ന് വിമർശിക്കാനും അൽമായ ഫോറം രംഗത്തിറങ്ങിയത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. കാരണം അവർ ആവർത്തിച്ച് പറയുന്നത് തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ട് കൂടി കിട്ടിയിട്ടാണ്, ലഭിച്ചിട്ടാണ് ജയിച്ചത് സുരേഷ് ഗോപി എന്ന്. ഒരു ക്രൈസ്തവ സംഘടന ആദ്യമായിട്ടാണ് സുരേഷ് ഗോപിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തൃശ്ശൂരിലെ സീറോ മലബാർ സഭ ഉറപ്പായും വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്കാണ്, BJP സ്ഥാനാർത്ഥിക്കാണ്. അതിൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല ആ നാടിന്, സഭയ്ക്ക് എന്ന് പറയുകയാണ് ചെയ്യുന്നത് അൽമായ ഫോറം. അതൊരു മുന്നറിയിപ്പാണ്, അതൊരു ഉപദേശവുമാണ്.